തന്ത്രി കണ്ഠരര് രാജീവരരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആശുപത്രിയിലെത്തി തന്ത്രിയെ സന്ദർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും സ്ത്രീ പ്രവേശന വിഷയത്തിലും നിലപാട് കടുപ്പിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്ത്രിക്കും വിശ്വാസികൾക്കുമൊപ്പമാണ് എന്ന് ആവർത്തിച്ചാണ് ഇന്നും രംഗത്തെത്തിയത്. ബിജെപി ഇത് ഇത്തരത്തിലല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുമ്പോഴും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ വലിയ വിദ്വാനൊന്നുമല്ല, കുറച്ച് സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണ്. ഞാൻ പറയുന്നത് 6 മാസം മുമ്പാണ് ഈ കൊള്ളയെ കുറിച്ച് ന്യൂസ് പുറത്തു വന്നത്, വാർത്ത പുറത്തു വന്നത്. 6 മാസം അന്വേഷിച്ചിട്ട് നമ്മൾ എവിടെയാണെന്ന്? വാസവനാണ് ജയിലിൽ പോകേണ്ടത്. നോക്ക്, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. വാസവനും കടകംപള്ളി സുരേന്ദ്രനാണ് ജയിലിൽ പോകേണ്ടത്. മനസ്സിലായില്ലേ? ഇതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണെങ്കിൽ ഞാനും ഇറക്കും സ്റ്റേറ്റ്മെന്റ്. ചികിത്സയിൽ കഴിയുന്ന തന്ത്രിയെ രാജീവ് ചന്ദ്രശേഖർ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രൻ, VN വാസവൻ എന്നിവർക്കെതിരെയുള്ള അന്വേഷണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തന്ത്രിയുടെ അറസ്റ്റെന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്ത്രിയുടെ ബന്ധു BJP-കാരനാണ് എന്ന വാസവന്റെ പ്രസ്താവനയ്ക്ക് അദ്ദേഹം തന്നെ തെളിവ് നൽകട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. ഇന്നലെ SITക്ക് മുന്നിൽ ഹാജരാകാൻ എത്തിയപ്പോഴാണ് തന്ത്രിക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. പിന്നാലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കടുത്ത പ്രമേഹ ബാധിതനാണ് തന്ത്രി. 20 വർഷത്തിലേറെയായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കണ്ഠരര് രാജീവര് ചികിത്സ തേടിയിരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന ജാമ്യ വ്യവസ്ഥ ഉള്ളതിനാൽ തന്ത്രിക്ക് ഇതുവരെയും തിരുവല്ലയിലെ ആശുപത്രിയിലെത്താനായില്ല. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കാനാണ് തന്ത്രിയുടെ തീരുമാനം. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.